ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ജ്വല്ലറിയിലേക്ക് പോകാൻ കേട്ടോ. ജ്വല്ലറിക്ക് പോകുന്നത് സ്വർണ്ണം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ സ്വർണ്ണം വാങ്ങാനെന്ന് എടുത്ത് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സ്വർണ്ണം വെള്ളി ഉള്ളതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ജ്വല്ലറി പോകുന്നത് സ്വർണ്ണം വാങ്ങാനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സ്വർണ്ണം ഇന്ന് വാങ്ങാൻ പോണ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാലേ, നിങ്ങൾ സ്വർണ്ണം വാങ്ങാൻ പോണത് ആർക്കാണ്? യെസ്, നമ്മളിന്ന് ചക്കരയ്ക്ക് സ്വർണ്ണം വാങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. സ്വർണത്തിന്റെ വില ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോ എത്രയും റേറ്റ് ഗ്രാമിന്? ഇന്ന് 13 14 ഒക്കെ ഉണ്ടാവും, 12 ഒക്കെ തോന്നുന്നില്ലേ, അത്രയൊക്കെ ഉണ്ട്. എന്നാലും പവന് 1,00,000 മുകളിലുണ്ട്. അത്ര ആയി? ഏതായാലും പവന് 1,00,000 മുകളിലുണ്ട് എന്ന് എനിക്കറിയാം. എന്ത് സ്വർണ്ണ വില ആയതോ? എന്തായാലും അവിടെ ചെല്ലുമ്പോ ബോധം കെട്ട് വീണായിരുന്നാ മതി സ്വർണത്തിന്റെ വില കേട്ടിട്ടില്ലേ. അല്ല, നമുക്കിപ്പോ പിന്നെ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഇന്ന് ചക്കരക്ക് 1-2 സ്വർണം കൊടുത്തിട്ട് മാറ്റി വാങ്ങാനാണ് നമ്മൾ പോണത് കേട്ടോ. എന്തൊക്കെ കൊടുക്കാനുള്ളത് ചക്കര? മോതിരം ടൈറ്റാ? അത് ശരി. അപ്പൊ ചക്കരക്ക് ഒരു ലോക്കറ്റും ഒരു ചെറുതായ മോതിരം ഉണ്ട്. അപ്പോ ടൈറ്റ് ആയിട്ടുള്ളതുകൊണ്ട് അത് രണ്ടും മാറ്റി മേടിക്കാനെന്ന് പറഞ്ഞിട്ടാണ്. മോളെ എടുത്തോളി മോളെ കൂട്ടിക്കോ. അപ്പോഴേ ഇത് രണ്ടും മാറ്റിയിട്ട് എന്താ വാങ്ങാൻ പോണത്? ഞാന് എന്റെ ഇതിന്റെ കയ്യിലുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. പക്ഷെ ഇതെന്താന്നറിയോ, ഇതിങ്ങനെ കൊള്ളും, അതായത് മേത്ത് കൊണ്ടിട്ട് മുറിയാവും. അപ്പൊ എനിക്ക് വേറെ ഒരു ലേറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സാധാ നമ്മുടെ വീട്ടിൽ കൂടെ കെട്ടടക്കാനായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ്, അതായത് ഡെയിലി വെയർ ആയിട്ട് ഡെയിലി യൂസ് ആയിട്ട് ഒരു ബ്രേസ്ലെറ്റ് നോക്കണം എന്ന് അറിയണത്. അപ്പൊ അതിലും ആ മോതിരം എത്ര ഉണ്ട് നമുക്കറിയില്ല. അപ്പൊ അത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു അതിന് ആ വിലക്കോ അല്ലെങ്കിൽ അതിന് കൂടുതലോ കുറവോ എങ്ങനെയായാലും കുഴപ്പമില്ല, ആ വിലപ്പാകത്തിന് വരണ ഒരു ബ്രേസ്ലെറ്റ് നോക്കാം. വില കൂടണ്ട കേട്ടോ, അതിന് കുറഞ്ഞുള്ളതായാലും മതി. അല്ല, ഇപ്പോഴത്തെ സ്വർണ്ണ ഞാൻ പറഞ്ഞല്ലോ, അമ്മാതിരി റേറ്റാണ്. കിളി മാറും, ചെവിന്നൊക്കെ കിളി പോണ റേറ്റാണ് വില വെച്ച് കഴിഞ്ഞാല്. ഇത്ര കൂടിയാ പോലും 1000 പുറത്തുകളാണ്. അപ്പൊ ഏതായാലും നമുക്ക് പോയി നോക്കാം. പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വർണ്ണമൊക്കെ നോക്കാം. അപ്പൊ ഏതായാലും പപ്പയും മമ്മയും നമുക്കൊന്ന് പോയി നോക്കാം. വാങ്ങപ്പോ എന്താ പ്രശ്നം? പപ്പയും മമ്മയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ നമുക്ക് പോവല്ലേ എന്നാല്? ഓക്കെ, നമുക്ക് പോയിട്ട് വരാം ഗൈസ്. പുൽക്കൂട് കാണുകയാണല്ലേ? എവിടെ പുൽക്കൂട്? എവിടെ ഉണ്ണിയേശു? എവിടെ? ഏത് പുല്ലോ? ഇത് മണ്ണും പുല്ല് ഒറിജിനലാണ്. ഇത് ഒറിജിനലാണ്. ഒറിജിനലാണ്. അതാ ഒറിജിനലാണ്. കിണർ എല്ലാം കൊണ്ടല്ലേ, രസമുണ്ട്. എവിടെ ഉണ്ണിയേശു? ഇതാണ് എൻ്റെ ഉണ്ണി. ഇത് എൻ്റെ ഉണ്ണി. ഇത് ഇവിടുത്തെ കാലത്തൊഴുത്തിലെ ഉണ്ണിയേശു. നോക്കാം, ഉണ്ണിയേശു നോക്കാണ്. ഇവിടെ പിടിച്ചു തീർത്തു തന്നെ. ഇവിടെ നിന്ന് സ്റ്റാർ കൊണ്ടുപോയാല് പിടിച്ചു തീർത്തും ചക്കര. അല്ല, നോക്കിക്കോ, തിരക്കണ്ടില്ലേ? തിരക്കുണ്ട്. സ്വർണ്ണത്തിന് ഇന്നത്തെ വില ആ കാണുന്നു, കണ്ടോ? ആണ് ഇന്നത്തെ വില. ഇപ്പൊ വരും, നോക്കോ. ഗ്രാമിന് 12,730. അപ്പൊ പവനിക്ക് എത്ര ആയി അറിയോ? 1,00,000 കഴിഞ്ഞു. അപ്പൊ അത് കാണിക്കും, നോക്കോട്ടോ. ഇപ്പൊ കാണിക്കും, പവന്റെ റേറ്റ് കാണിക്കും. ഇപ്പൊ നോക്കിക്കോളൂ, ഗ്രാമിന് 12,730. ഇനി പവന്റെ നോക്കോ, കണ്ടോ? 1,02,640 രൂപ. എന്ത് വെള്ളിക്കോ? കൂടും, വില കൂടും പുള്ളേ. നീന്റെ പുള്ളേന്റെ കല്യാണ സമയം 5,00,000 രൂപ ഒരു പവന്. ഇപ്പഴെടുത്ത് വെക്കാം, നമുക്ക് എന്റെ പുള്ളക്ക് ഇപ്പഴെടുത്ത് വെക്കാം. എന്നാ നോക്കാം, വരി ഗൈസ്. സ്വർണ്ണക്കടയിൽ നിന്നപ്പോ എന്റെ കുഞ്ഞിപ്പാത്തൂര് പണി തന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് അപ്പി ഇട്ടു അവിടെ വന്നിട്ടില്ലേ? അവിടെ നിന്നിട്ട് അപ്പി ഇട്ടു. രസം എന്താ വെച്ചാല് വേറെ
ഡയപ്പർ എടുത്തതും ഇല്ല, വെറ്റ് വൈപ്പില്ല, ഒന്നുമില്ല. കാരണം നമ്മൾ വേഗം വന്നിട്ട് വേഗം പോണ സെറ്റപ്പ് ആയിരുന്നു. അപ്പോഴത്തേക്കും ആളും ചെയ്തു ചെറിയ രീതിക്കൊന്നും അപ്പിട്ടില്ല കുഞ്ഞി. അപ്പൊ എന്ത് ചെയ്തു, തൊട്ടിപ്പുറത്ത് തന്നെ ഫാൻസി ഉണ്ടായിരുന്നു, അവിടെ കേറിയിട്ട് പിന്നെ ഡയപ്പറും വാങ്ങി, അവിടെ തന്നെ വെറ്റ് വൈപ്സും വാങ്ങി. എന്നിട്ടാണ് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തു പെണ്ണുങ്ങളെ. കല്യാണം കഴിയുമ്പോ എന്റെ മാപ്പിള കളിയാക്കോടിയാണ്. കല്യാണം കഴിഞ്ഞ് വ്ലോഗ് ചെയ്യുമ്പോഴേ ഇങ്ങനെ കാറിൽ തന്നെ പമ്പേഴ്സ് മാറ്റിക്കണം. എന്നാ വരി നിങ്ങളൊക്കെ. ഓക്കെ ആയോ? ഹാപ്പി ആയോ? ഹാപ്പി ആയോ? ഓക്കെ അല്ലേ? എന്നാ പോരി. ഇനിണ്ടോ? ഇനി അപ്പിടാണ്ടോ? ഇനി ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇനിണ്ടോ? എങ്ങനത്തെ നോക്കുന്നുണ്ട്? നോക്കിയോ, ഏതാ മോഡല് നോക്കിക്കോ. ഇങ്ങനത്തെ ടൈപ്പാണ് വേണ്ടത്? ഈ ചെയിൻ പോലത്തെ വേണ്ട? ഏത് മോഡലാണ് വേണ്ടത് നോക്കിക്കോ. ഇപ്പൊ എടുക്കണം എന്തിനാണെന്ന് അറിയോ? ഇനി വില കൂടുമ്പോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുവരെ ഇട്ട് ആഘോഷിച്ചോ കേട്ടോ. അല്ല, അങ്ങനത്തെ നോക്കണോ? 3. അപ്പൊ പിന്നെ കാര്യമുണ്ട്, കല്ലാണത്. കൊടുക്കുമ്പോ കല്ലിന്റെ വില ഉണ്ടാവൂല. അടുത്ത് തന്നെ പിന്നെ വില ഇത് വരുമ്പോ സ്റ്റോണിന്റെ തൂക്കടക്കല്ലേ വരിക? ടോട്ടലായിട്ട് 3 ഗ്രാം 750 മില്ലി ഉണ്ട്. അതില് 48 മില്ലി സ്റ്റോൺ പോകുന്നുണ്ട് അല്ലേ? 3 ഗ്രാം 332 മില്ലി പോകുന്നുണ്ട്. എമൗണ്ട് വരും. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനത്തെ അല്ലേ ഇപ്പൊ കുട്ടീൻ്റെ കൈ കിടക്കുന്ന ചക്കര്? അതൊക്കെ ബ്രേസ്ലെറ്റാ? അല്ല, എനിക്കന്നെ ഞാൻ അതൊക്കെ വലിയവർക്കുള്ളതാണ്. കണ്ടിട്ട് അല്ലല്ലോ ഒക്കെ നോക്കണത്. അപ്പൊ അതന്നെ കാര്യം അല്ലേ. ഇവിടെ വമ്പ രസമുണ്ടായി. ബ്രേസ്ലെറ്റ് പറഞ്ഞപ്പോ ആളെ വിചാരിച്ചു കുട്ടിക്കാണെന്ന്. ചക്കര കുട്ടിക്കുള്ളത് സെലക്ട് ചെയ്യാണ് ഇവിടെ. ആർക്കാണെന്ന് പറഞ്ഞില്ലല്ലേ? ആളോട് ആർക്കാണെന്ന് പറഞ്ഞില്ല. അല്ല, എന്നെ കണ്ടാലും കുട്ടിയാതിരെ തോന്നുള്ളൂ. അതുകൊണ്ടാവും അതെടുത്ത് തന്നത്. ആരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഇത്. എന്നാലേ ഇത് നോക്കിക്കോ, വലിയ ആൾക്കാർക്കുള്ളത്. അതിനുള്ള നോക്കോ. ഇത് കുട്ടികളതാ? വലിയ ആൾക്കാരെന്നെ. ഇങ്ങനത്തെ വേണ്ട? എന്നാ പിന്നെ ഇതാ വേറെ ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നോക്കും. അങ്ങോട്ട് വരില്ലേ? നോയിക്കോ, ഇഷ്ടപ്പെട്ടോ എടുത്തോ. ഏതാச்சுം എടുത്തോ. അല്ല ഇതിന് എന്താ പക്ഷെ മറ്റേത് എനിക്ക് ഇഷ്ടപ്പെട്ടോ. എന്റെ ബാഗ് പിടിച്ചു വലിക്കുന്നു. അത് നോക്കാം നോക്കാം. അത് ഈ കാറിലുണ്ടാവും. അത് ഇത് ഇത് ഇതിലൊക്കെ എനിക്ക് മറ്റേത് ഇഷ്ടപ്പെട്ടു. അപ്പൊ കാറിലുണ്ടാവുമോ? കാറിൽ വെച്ചിട്ടുണ്ടാവും. മറ്റേത് നോക്കിക്കോ ചക്കര. എന്നാ മതിയോ? ഓക്കെ, ഇത് എടുത്തോളൂ കേട്ടോ.
ആ അതെടുത്തോ, അതുപോരെ. ഓക്കെ, അങ്ങനെ നമ്മളെടുത്ത ആ ഒരു സാധനം ഇങ്ങനെ കൂടി കാണിച്ചു തരാം. അവിടെ വെച്ച് കറക്റ്റ് കാണാൻ പറ്റിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്താണ് എന്താ ചെടി? ആ അത്രക്ക് ഉണ്ടെന്നില്ലേ? അല്ല ഏകദേശം 2 ഗ്രാം അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പിന്നെ ബ്രേസ്ലെറ്റ്. അപ്പൊ ഒന്ന് പൊട്ടിക്കച്ചൊക്കെ നോക്കട്ടെ. അല്ല, തുറക്കാന് വലിച്ചു പൊട്ടിക്കാനല്ല പറഞ്ഞത്. ഹാപ്പി ആവട്ടെ. ഇന്നത്തെ സ്വർണ്ണ വിലയിൽ തോന്നുന്നുണ്ട് സാധനം. ഇന്നത്തെ വില വെച്ച് നോക്കണം, അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തോന തന്നെയാണ്. ഇനിയിപ്പോൾ ഇനി 1 ഗ്രാം ആണെങ്കിലും 2 ഗ്രാം ആണെങ്കിലും അത് തോന തന്നെയാണ്. നമുക്ക് ഇവിടെ വൈറ്റ് ഗോൾഡ്, ഇവിടെ സാധാ നോർമൽ ഗോൾഡ്, ഇവിടെ വീണ്ടും വൈറ്റ് ഗോൾഡ് വന്നിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ആ ചക്കറിന്റെ താലിമാലയിൽ മാച്ച് ആയിട്ടുള്ള ഒരു മോഡലാണ്. അതുപോലെ തന്നെ ചെയിനും ഇതിന്റെ ചെയിൻ വരുന്നത് ഏകദേശം അതേപോലെ തന്നെ. ചെയിനും ഏകദേശം സെയിം ആണല്ലോ. ഇതാണ് ചക്കറിന്റെ പിന്നെ മാല വന്നിട്ടുണ്ടോ. ഈ ഒരു മാലയ്ക്ക് മാച്ചായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു സാധനം നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ സാധനം ഇഷ്ടപ്പെട്ടില്ലേ? സാധനം ചക്കരക്ക് ഇഷ്ടപ്പെട്ടു, സംഭവം ഉഷാറായിട്ടുണ്ട് ഗൈസ്.